പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാറിൽ വന്ന് വട്ടവടയിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. KSRTC സ്റ്റാൻഡിലെ താമസ സൗകര്യത്തെക്കുറിച്ചും ടൂർ പ്ലാനിങ്ങിനെ കുറിച്ചുമൊക്കെ നമുക്കൊന്ന് ആദ്യം വിലയിരുത്താം. അതിനുശേഷമാവാം വട്ടവട യാത്ര. അപ്പോൾ ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ബസ്സുകളിൽ താമസ സൗകര്യമുണ്ട്, അതുപോലെ സൈറ്റ് സീയിങ്ങിന് പോകാനുള്ള സൗകര്യങ്ങളുമുണ്ട്. 300 രൂപയാണ് അവർ ഇവിടെ നിന്നും സൈറ്റ് സീയിങ്ങിന് ചാർജ് ചെയ്യുന്നത്. കാലത്ത് 9 മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം 5 മണിക്ക് തിരിച്ചെത്തുന്ന രീതിയിലാണ് ഇവിടെയുള്ള എല്ലാ സൈറ്റ് സീയിങ് യാത്രകളും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷണം ഒഴികെയുള്ള ചാർജാണ് 300 രൂപ, അത് ഓർക്കണം. ഈ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ കൗണ്ടർ. ഇവിടെയാണ് നമ്മൾ പൈസ അടയ്ക്കേണ്ടത്. 300 രൂപ അടച്ചിട്ടാണ് നമുക്ക് യാത്രയ്ക്ക് പോകാൻ കഴിയുക. ഇതുകൂടാതെ താമസത്തിനും ഇവിടെ തന്നെയാണ് പൈസ അടയ്ക്കേണ്ടത്. KSRTC ബസ്സുകളിൽ താമസിക്കാനായിട്ട് ഇവിടെ തന്നെയാണ് 220 രൂപ അടയ്ക്കേണ്ടത്. ഇവിടെ പലപ്പോഴും ബുക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് താമസ സൗകര്യം കിട്ടാറില്ല. ശനി ഞായർ ദിവസങ്ങളിൽ മൊത്തം ഫില്ലായിരിക്കും. ഇതാണ് ഔട്ട്സൈഡ് ബാത്റൂമുകൾ, ടോയ്ലറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് വന്ന് കണ്ടപ്പോഴേ, ബസ്സുകളിലൊക്കെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മൊത്തം അങ്ങോട്ട് താല്പര്യമായില്ല കേട്ടോ. ചതുരംഗപ്പാറ ടോപ്പ് സ്റ്റേഷൻ, അതുപോലെ തന്നെ കാന്തല്ലൂർ എന്നീ റൂട്ടുകളിലൂടെയാണ് നമുക്ക് ഇപ്പോൾ സൈറ്റ് സീയിനുള്ള സൗകര്യം ഇവിടെ ഉള്ളത്. ബസ്സിനകത്ത് കയറി നോക്കിയപ്പോഴേ ഒരു കൂട്ടിലിട്ട പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. തുണി മാറാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ഓപ്ഷൻ നോക്കി ഒരു സുഹൃത്തിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് നല്ലൊരു സ്ഥലം താമസിക്കാനായിട്ട് കിട്ടി മൂന്നാറിൽ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതാണത്, ഗ്രീൻ പാരറ്റ്. കാട്ടാറിൻ്റെ തീരത്ത് 3 നിലകളായിട്ട് പണിതിട്ടുള്ള ഒരു കോട്ടേജാണത്. വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. കിച്ചൺ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് നമുക്ക് തോന്നും. അത്ര നല്ല സ്ഥലമാണ്. റൂമിൽ സൗകര്യങ്ങളൊക്കെ കൊള്ളാം. നല്ല ബാത്റൂമാണ്. ഈ കോട്ടേജിനോട് ചേർന്നൊഴുകുന്ന ഒരു പുഴയുണ്ട് ഇതിൻ്റെ പുറകിൽ. മനോഹരമായൊരു പുഴ. ഇവിടെ വന്നിട്ട് അവിടെ താമസിക്കുന്ന ഫാമിലിക്കാരൊക്കെ വന്നിട്ട് സമയം ചെലവഴിക്കുന്നത് കാണാമായിരുന്നു. ഇവർ ഇരിങ്ങാലക്കുട നിന്ന് വന്നിട്ടുള്ളൊരു ഫാമിലിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഇങ്ങനെയുള്ള ആളൊഴിഞ്ഞ നല്ലൊരു സ്ഥലത്ത് വന്ന് താമസിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ്, ആളുടെ ഫോൺ നമ്പറും പേരും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. കണ്ടില്ലേ, കാലത്ത് തന്നെ പോകണം എന്ന് പറഞ്ഞ ടീമാണ്. ഇവരിപ്പോൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോകുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അത്ര നല്ലൊരു സ്ഥലമാണ്. ഈ പറഞ്ഞേ ഹായ്. രാത്രിയാണെങ്കിൽ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നല്ല മൂടായിട്ട് ഒരു സിനിമാ പാട്ടൊക്കെ പാടി GVDൻ്റെ ശബ്ദമൊക്കെ കേട്ടിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. പകൽ സമയത്ത് പുഴയോരത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നിങ്ങൾക്ക് കുടുംബമായിട്ട് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം. നമുക്ക് മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകാനുള്ളത് കൊണ്ട് കാലത്ത് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. അവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട്, ചിത്രപുരം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ് പിടിക്കാൻ നിൽക്കുകയാണ്. ബസ്സിൽ കയറി വേണം ഇനി മൂന്നാർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് വേണം നമുക്ക് ഈ കോവിലൂർ അല്ലെങ്കിൽ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് കോവിലൂർക്കുള്ള ബസ് കിട്ടും. അപ്പോൾ കാലത്ത് 8:50 പുറപ്പെടുന്ന ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു. ഈ ബസ്സിൽ ഏറെയും അവിടുത്തെ കർഷകരായ നാട്ടുകാരാണ് ഈ ബസ്സിലുള്ളത്. പിന്നെ അങ്ങോട്ടുള്ള ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയുണ്ടല്ലോ, ഒരു 1.5 യാത്രയാണ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ
നമ്മൾ ഏതാണ്ട് സ്വർഗത്തിലൂടെ പോകുന്ന പോലെ ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുക. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. എങ്ങനെ വാക്കുകൾ കൊണ്ട് ഇതിനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ല. അത്രയും വശ്യ ഭംഗിയാണ് ഈ പ്രദേശത്തിനുള്ളത്. മലയാളം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച എല്ലാ സുന്ദരമായ വാക്കുകളും ഞാനെടുത്ത് പ്രയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. ഓരോ വളവുകൾ തിരിയുമ്പോഴും പുതിയൊരു ലോകം തുറന്നു തരുന്ന പോലെയാണ്. ഈ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെയുള്ള ഈ മലനിരകളും കാണുമ്പോണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തകർന്നടിഞ്ഞു പോകും. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നോക്കൂ, ഇത്രയും സുന്ദരമായൊരു പ്രദേശത്താണല്ലോ നാം ജീവിക്കുന്നത്, നമ്മൾ കേരളീയർ ജീവിക്കുന്നത് എന്നോർത്ത് ഞാൻ അഭിമാനം കൊണ്ടു. എൻ്റെ നാടിനെക്കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഊറ്റം കൊള്ളുകയാണ് ഇപ്പോൾ. മൂന്നാറിൽ നിന്നും 71 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ വട്ടവടയിലേക്ക്. ഏകദേശം ഒരു 45 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. 1.5 മണിക്കൂർ യാത്ര, നമ്മൾ അറിയില്ല സമയം പോകുന്നത്. ഇനി പുറത്തേക്ക് നോക്കിയിരുന്നതിന് അറിയില്ല. അത്രയും മനോഹരമാണ്. ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം, അതല്ല നമുക്ക് വീഡിയോ പിടിക്കേണ്ടവർക്ക് വീഡിയോ പിടിക്കാം. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല, ആൾക്കാർക്ക് സീറ്റിംഗ് തിരക്ക് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി നേരത്തെ പോവുകയാണെങ്കിൽ ഒരു 6 മണിക്കോ 7 മണിക്കോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന പ്രകൃതി കാണാൻ പറ്റും. പക്ഷേ ഫോട്ടോസ് അത്ര ക്ലിയർ ആവണമെന്നില്ല ആ സമയത്ത്. ഇതൊരു കല്യാണമാണ് കേട്ടോ, കല്യാണമാണ്. ഒരു കല്യാണം കൂടാനുള്ള ഭാഗ്യമുണ്ടായി ഈ യാത്രയിൽ. ഈ മലമുകളിൽ നിന്നും ഒരു കല്യാണ പാർട്ടി ഇറങ്ങി വരികയാണ്, കൊട്ടും വാദ്യങ്ങളൊക്കെ ആയിട്ട്. അതേ വരുന്നതാണ് കല്യാണപ്പെണ്ണ് കേട്ടോ. ചെക്കനില്ല, കല്യാണപ്പെണ്ണ് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കാണുന്നില്ലേ? എന്തു രസമാണ് നോക്കിയാലേ. മാട്ടുപ്പെട്ടി ഡാം, അതുപോലെ ഹിൽ സ്റ്റേഷൻ, ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകട്ടോ ഈ പോകുന്ന വഴിയിൽ. അപ്പോൾ നമ്മളിതാ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി കാനന വീതിയിലൂടെയുള്ള യാത്രയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ വേറെ ഒരു ഡാം കൂടി ഇതിനുള്ളിൽ കൂടെ കാണും കേട്ടോ. ഈ മരങ്ങൾക്ക് ഇടയിലൂടെ നമ്മൾ കാണും, ഒരു ചെറിയൊരു ഡാം കൂടി കാണും. അത് കുണ്ടല ഡാമാണ്. കുണ്ടല ഡാമും അതുപോലെ തന്നെ അതിൻ്റെ വൃഷ്ടി പ്രദേശവും, കാച്ച്മെൻറ്റ് ഏരിയ എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്ക് കാണാൻ കഴിയുക. അതിപ്പോൾ കാണുന്നുണ്ട്. ഈ മരങ്ങൾക്കിടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ആ സ്ഥലം. അകലെ ഇങ്ങനെ ചെറിയൊരു വര പോലെ കാണുന്നതാണ് കുണ്ടല ഡാം. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തി ആസ്വദിക്കുന്നുണ്ട്, സ്ഥലമൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്ന് ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയൊരു കാഴ്ച തന്നെ നമുക്ക് നഷ്ടപ്പെടും. അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. മൊത്തം നല്ല വ്യൂ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാലത്ത് 5:30, 7:50, 8:50, 10:30 ഇതൊക്കെയാണ് മൂന്നാറിൽ നിന്നും ബസ് പുറപ്പെടുന്ന സമയം വട്ടവടയിലേക്ക്. ഇതൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ 60 കൊല്ലം 70 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 네 앞에만 서면 난 너만 보면
ഇനി മൂന്നാറിലേക്ക് എങ്ങനെ എത്തുകയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം. നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആലുവ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ ആലുവയിൽ ഇറങ്ങുക, അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ് മൂന്നാർക്ക് കിട്ടും. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ ബസ്സിൽ വരികയാണെങ്കിൽ അവർക്ക് പെരുമ്പാവൂർ കൂടി കോതമംഗലം കൂടിയൊക്കെ വരാൻ പറ്റും. അല്ലാത്തവർക്ക് എപ്പോഴും അകലെന്ന് വരുന്നവർക്കൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങുക, അവിടെ നിന്ന് ബസ് പിടിക്കുക, മൂന്നാർ വരിക, അതുപോലെ തന്നെ തിരിച്ചും ആലുവയിൽ വന്ന് ഇറങ്ങുക, അവിടെ നിന്ന് ട്രെയിനിൽ പോരുക. ഓക്കെ. കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് തേയിലത്തോട്ടങ്ങളുണ്ട്, അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുമുണ്ട്. പക്ഷേ ഈ മൂന്നാറിൻ്റെ ഒരു സൗന്ദര്യം, മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങളുടെ സൗന്ദര്യം വേറെ എങ്ങുമില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം പറയട്ടെ, അതായത് സാധാരണ വ്ളോഗ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു ഡ്രോൺ പറത്തിയിട്ട് മേലെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയും വളരെ രസമാണ് എന്ന് കാണുമ്പോൾ എന്നൊക്കെ പറയും. നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോൺ പറക്കുന്ന പോലെ പറന്നിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന ഈ സൈഡ് വ്യൂ ആണ്. ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു സാധാരണക്കാരനും ബസ്സിലിരുന്ന് കാണാവുന്ന കാഴ്ചകൾ മാത്രമാണ് ഞാൻ പകർത്തിയിട്ടുള്ളത് എന്നാണ്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഒരു കവാടം നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രകൾ കാഴ്ചകൾക്ക് ഒരു വെറൈറ്റിയാണ്. ഇവിടെ സാധാരണ വ്ളോഗർമാർ കാണിക്കാറുള്ള ഒരു ഇടമാണിത്. പക്ഷേ ഇവിടെ അത്ര ഭംഗി പോരാ ഇപ്രാവശ്യം കണ്ടപ്പോൾ. കാര്യം വേനലായതുകൊണ്ടായിരിക്കാം. ഒരു വശത്ത് യൂക്കാലിപ്സ് മരങ്ങൾ വളർന്നു നിൽക്കുന്ന കാട്, മറുഭാഗത്ത് വളരെ ഭംഗിയുള്ള കാഴ്ച. അങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാനന യാത്രയാണ് ഇപ്പോൾ. ഇനി അങ്ങോട്ട് രണ്ട് ഭാഗത്തും യൂക്കാലിപ്സ് മരങ്ങൾ ഇങ്ങനെ വളർന്ന് പൊന്തി നിൽക്കുകയാണ്. അതിനുള്ളിലൂടെ പോകുമ്പോഴേ നമ്മളിങ്ങനെ കാട് വകഞ്ഞൊക്കെ പോവില്ലേ, രണ്ട് സൈഡിലേക്കും വകഞ്ഞ് പോകുന്നത് പോലെയുള്ള ഒരു തോന്നലാണ് നമുക്കുണ്ടാവുക. നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇരുവശത്തേക്കും അങ്ങനെ മരങ്ങളെയൊക്കെ രണ്ട് കൈകൊണ്ടും മാറ്റി നിർത്തിയിട്ട് പോകുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ വട്ടവടയിലെത്തി. നമ്മുടെ ബസ് സ്റ്റോപ്പാണത്. ഇവിടെ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊന്ന് പോയി നോക്കാം. എങ്ങനെയാണ് അത് കൃഷി ചെയ്യുന്നത് എന്ന് കാണാം. അതിൻ്റെ രുചിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. സ്ട്രോബെറി വില്ലേജ് എന്നാണ് വട്ടവടയെ അറിയപ്പെടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കിടക്കണതാണ് സ്ട്രോബെറി ചെടികൾ. കണ്ട പഴുത്ത് പാകമായി കിടക്കണത് കണ്ടില്ലേ? ഇവിടെ ദേ കണ്ട ചോന്ന് കിടക്കണത്. അതാണ് നമ്മുടെ സ്ട്രോബെറി പഴം. ഇത് രസമായിരിക്കും അല്ലേ? കോവിലൂർ വട്ടവടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ സ്ട്രോബെറി കൃഷി നടത്തുന്ന കൃഷിയിടത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇത് പാകമായിട്ടുണ്ട്, കുറേയൊക്കെ പാകമായിട്ടുണ്ട്. കണ്ടില്ലേ, ക്ലോസപ്പിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കണ്ട അങ്ങനെ കെടുക്കുകയാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? ഒന്ന് പൊട്ടിച്ച് കഴിക്കാൻ തോന്നും അല്ലേ? പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഇവർ നല്ല വിടവടയ്ക്കും. ഇവർ പാവങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണേ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിലോ 600 രൂപയാണ് സ്ട്രോബെറിയുടെ വില. മേടിച്ച് കഴിക്കാമെന്ന് മാത്രം. നമ്മുടെ പേരെന്താ? ശരൺ. നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് ഇവിടെ? ഇതാരും അമ്മയാണോ? അമ്മ അല്ലേ. കിലോ 150, 1 കിലോയ്ക്ക് 600. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അവർ സാമ്പിൾ ഒരെണ്ണം കഴിക്കുന്നതാണ്. ടേസ്റ്റ് ഉണ്ട് ഇല്ലേ? ഇല്ലേ ജീവ? ഇത് സ്ട്രോബെറിയുടെ ജാമാണ്.
ഇത് 250-ന് 100 രൂപ. സാമ്പിള് കുറച്ച് കയ്യിലൊഴിച്ച് തന്നതാണ്. ഇത് ഫാഷൻ ഫ്രൂട്ടാണ്, ഇവിടെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഒന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ തന്നതാണ്. ഇനി നമുക്ക് ഈ ഗ്രാമത്തിലൂടെ ഒന്ന് നടന്നു നോക്കാം. എങ്ങനെയുണ്ട് വട്ടവട കണ്ടോ. ഇതിനെ നമ്മൾ ഈ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കാൻ കാരണം തന്നെ ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ മുഖച്ഛായ ഉണ്ടെന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്. ലക്ഷങ്ങൾ ചിലവാക്കി സ്വിറ്റ്സർലാൻഡിലൊന്നും പോകണ്ട, ഇവിടെ വന്നാൽ മതി. കൾച്ചർ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാഴ്ചയിലൊക്കെ ഏതാണ്ട് കണ്ടില്ലേ, നോക്കിയേ. നമ്മുടെ സ്ഥലമാണ് കേട്ടോ, കേരളത്തിലുള്ള സ്ഥലമാണ് ഇത്. ഇവിടെയുള്ള ഒരു ഹണി മ്യൂസിയമാണ്. അവിടെ എന്തോ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഓപ്പൺ അല്ല. എന്നാലും നമുക്ക് അവിടെ വരെയൊക്കെ ഒന്ന് പോയി കാണാം. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് അത്യാവശ്യം കണ്ടേച്ചും വരാം. തേനീച്ചക്കൂടിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടാ, എന്നാലും നമുക്ക് രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തേനീച്ചകൾ അപ്പോൾ ഇനി ബാക്കിയുള്ള 2 മിനിറ്റ് നിങ്ങൾ ഈ കേരള സ്വിറ്റ്സർലാൻഡിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കൂ. കണ്ട സ്വർണ്ണ മരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ട, അതൊന്നും ഉണങ്ങിയതല്ല കേട്ടോ, അതൊക്കെ തളിർത്ത് വരുന്ന മരമാണ്. ആ കാണുന്ന മരം തളിർത്ത് വരുമ്പോഴാണ് ഈ സ്വർണ്ണ കളർ വരുന്നതിന്. 내 자신을 합리화해보고 내 탓이 아님을 나 되뇌어도 달라질 것 없는 상황이란 걸 이미 잘 알고 있어. 널 사랑해서 널 좋아해서. ഇപ്പോൾ നമ്മുടെ പ്രകൃതി നമുക്കായി പ്രസവിച്ചിട്ട ഈ പൊന്നോമന സുന്ദരക്കുട്ടനെ കണ്ടില്ലേ എല്ലാവരും? ഇനി കണ്ടില്ലേ, ഇവിടെ തട്ടുകളായിട്ട് ഇങ്ങനെ കൃഷി നടത്തുന്നുണ്ട്. കൃഷിഭൂമി ഇങ്ങനെ വേർതിരിച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. ഈ കൃഷിഭൂമിയുടെ ഉള്ളിലായിട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ കൃഷിക്കാരുടെ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ വട്ടവട കണ്ടിട്ട് ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് ജീവൻ ജോഷി. ഈ കാണുന്നത് ഗ്രീൻ പീസിൻ്റെ കൃഷിയാണ് കേട്ടോ. ഗ്രീൻ പീൻസിൻ്റെ പൂവ് ഇട്ടിട്ടുള്ളൂ. ഇവിടെ നല്ല ഫ്രഷ് ഗ്രീൻ പീൻസൊക്കെ കിട്ടും. എനിക്ക് പൊതുവേ ഗ്രീൻ പീൻസ് ഇഷ്ടമില്ല, കാരണം ഞാൻ വാങ്ങിയില്ല. ഉണ്ടോ, എൻ്റെ ഫാമാണത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും യാത്രയാവുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.